എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. ഇന്ന് നമുക്ക് ഉമ എന്ന പേരിന്റെ അർത്ഥം മനസ്സിലാക്കാം. പാർവതി ദേവിയുടെ മറ്റൊരു നാമമാണ് ഉമ എന്നത്. ആ പേരിന്റെ അർത്ഥം മകളെ അരുത് എന്നാണ്. പരമേശ്വരനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ദൃഢനിശ്ചയമെടുത്ത് അതിനുവേണ്ടി അതികഠിനമായ തപസ് ചെയ്യുവാൻ ഉറച്ച് കൊട്ടാരം വിട്ടിറങ്ങുന്ന പാർവതി ദേവിയെ ഹിമവാൻ തടയുവാൻ ശ്രമിക്കുന്നു. കൊട്ടാരം വിട്ടിറങ്ങിയ പാർവതി ദേവിയെ ഹിമവാൻ തിരിച്ചു വിളിക്കുകയാണ് ഉമ ഉമ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ അർത്ഥം മകളെ അരുത്, നീ പോകരുത്, തിരിച്ചു വരൂ എന്നാണ്. തന്റെ പ്രിയപുത്രിയായ പാർവതി ദേഹം മുഴുവൻ ചുടല ഭസ്മം തേച്ച് കഴുത്തിൽ നാഗത്തെയും അണിഞ്ഞ് സന്യാസ ജീവിതം നയിച്ച് ജീവിക്കുന്ന ശിവനെ കല്യാണം കഴിക്കുന്നത് ഹിമവാന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഹിമവാൻ തടയുവാൻ ശ്രമിച്ചുവെങ്കിലും പാർവതി ദേവി അത് അവഗണിക്കുകയും അതികഠിനമായ തപസ് അനുഷ്ഠിക്കുകയും അവസാനം പരമേശ്വരനെ ഭർത്താവായി ലഭിക്കുകയും ചെയ്തു. അവൾക്ക് ദൃഢനിശ്ചയത്തിന്റെ പര്യായമാണ് പാർവതി ദേവി. ഈ കാരണത്താലാണ് പാർവതി ദേവിയെ ഉമ എന്ന് വിളിക്കുന്നത്.